മഹാഭാരതം അനുസരിച്ച് ദ്രൗപദിക്ക് 5 ഭർത്താക്കന്മാരായിരുന്നു. 5 പാണ്ഡവ സഹോദരന്മാർ: യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. യഥാർത്ഥത്തിൽ ദ്രൗപദി അർജുനനെ മാത്രമേ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. എന്നാൽ ചില സംഭവങ്ങളും സാഹചര്യങ്ങളും കാരണം അവൾക്ക് 5 പാണ്ഡവ സഹോദരന്മാരെയും വിവാഹം കഴിക്കേണ്ടി വന്നു. ഈ അസാധാരണ സാഹചര്യം ദ്രൗപദി എങ്ങനെ എല്ലാവരോടും കൂടെ ജീവിക്കും എന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കി. ഇതിനൊരു പരിഹാരമായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ബുദ്ധിപരമായ ഉപദേശം നൽകി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്രൗപദിയോട് ഓരോ പാണ്ഡവനോടൊപ്പവും ഓരോ വർഷം വീതം മാറി മാറി ജീവിക്കാൻ ഉപദേശിച്ചു. ഒരു വർഷം അവളോടൊപ്പം താമസിക്കുന്ന ഭർത്താവിനല്ലാതെ മറ്റാർക്കും ആ സമയത്ത് അവളുടെ അറയിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഈ കാലയളവിൽ മറ്റേതെങ്കിലും പാണ്ഡവൻ അറയിൽ പ്രവേശിച്ചാൽ അദ്ദേഹം ഒരു വർഷത്തേക്ക് വനവാസത്തിന് പോകേണ്ടി വരും എന്നതായിരുന്നു നിയമം. എല്ലാവരും ശ്രീകൃഷ്ണന്റെ ഉപദേശം അംഗീകരിക്കുകയും ഈ ക്രമീകരണം സമാധാനപരമായി നടപ്പിലാക്കുകയും ചെയ്തു. ഒരിക്കൽ ദ്രൗപദിയോടൊപ്പം താമസിക്കാനുള്ള ഊഴം അർജുനനായിരുന്നു. ആ വർഷം അവസാനിച്ചതിന് ശേഷം ദ്രൗപദി യുധിഷ്ഠിരനോടൊപ്പം താമസിക്കാൻ തുടങ്ങി. എന്നാൽ ഒരു ദിവസം അർജുനൻ തന്റെ വില്ലും അമ്പുകളും അബദ്ധവശാൽ ദ്രൗപദിയുടെ അറയിൽ വെച്ച് മറന്നുപോയെന്ന് മനസ്സിലായി. അവയെടുക്കാൻ ദ്രൗപദിയുടെ അറയിലേക്ക് പ്രവേശിച്ച അർജുനൻ കണ്ടത് ദ്രൗപദി യുധിഷ്ഠിരനോടൊപ്പം ഇരിക്കുന്നതാണ്. അപ്പോഴാണ് അർജുനന് മനസ്സിലായത് താൻ നിയമം തെറ്റിച്ചുവെന്ന്. ഒരു ധർമ്മനിഷ്ഠനും വാക്ക് പാലിക്കുന്നവനും എന്ന നിലയിൽ അർജുനൻ ശിക്ഷ ഏറ്റെടുത്തു. തന്റെ വാക്ക് പാലിക്കുന്നതിനും ധർമ്മം ഉയർത്തിപ്പിടിക്കുന്നതിനും വേണ്ടി അദ്ദേഹം ഒരു വർഷം വനവാസത്തിന് പോയി. ദ്രൗപദിക്ക് 5 പാണ്ഡവ ഭർത്താക്കന്മാരിൽ ഓരോരുത്തരിലുമായി 5 പുത്രന്മാരുണ്ടായിരുന്നു. ഓരോ ഭർത്താക്കന്മാരിൽ നിന്നും ഒരു വർഷം ഇടവിട്ടാണ് അവൾ ഓരോ പുത്രന്മാർക്കും ജന്മം നൽകിയത്. ദുഃഖകരമെന്ന് പറയട്ടെ, കുരുക്ഷേത്ര യുദ്ധത്തിൽ ദ്രൗപദിയുടെ ഈ 5 പുത്രന്മാരും കൊല്ലപ്പെട്ടു. രാത്രിയുടെ മറവിൽ കൗരവരുടെ പക്ഷത്തെ യോദ്ധാവായ അശ്വത്ഥാമാവ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഈ 5 വീരന്മാരെയും നിർദ്ദയം വധിച്ചു. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.